അപ്പൊ മീനിനുള്ള ഇര റെഡിയായി. ആൾക്ക് കോർക്കാം പോരെ. എല്ലാരും കൂടെ കോർക്കാം. ചപ്പാത്തി ഉണ്ടാക്കാൻ നീ വെച്ചിട്ടുണ്ട് അവിടെ. ഈ നേരത്തെ മീനുകള് ചിലപ്പോ വെയിൽ ചെയ്യാൻ കിടക്കണ്ടാവും. കേട്ടോ, ഞങ്ങളില്ലേ ഒരാഴ്ചയിൽ 7 ദിവസം ഉണ്ടെങ്കിൽ 6 ദിവസവും ഒന്നില്ലെങ്കിൽ ഷൂട്ട് അല്ലെങ്കിൽ ജോലി അതുകൊണ്ട് ഭയങ്കര തിരക്കായിരിക്കും. ആകെ ഒഴിവ് കിട്ടുന്നത് ഒരു ഞായറാഴ്ചയാണ്. അപ്പൊ ഞായറാഴ്ച ഞങ്ങളെല്ലാം കൂടി എന്താ പരിപാടി ചോദിച്ചു കഴിഞ്ഞാല്, ഞായറാഴ്ചയല്ലേ എന്നാലേ നമുക്ക് മീൻ പിടിക്കാൻ പോവല്ലേ. ഇതൊക്കെ തന്നെയാണ് പരിപാടി. മീൻ പിടിക്കാൻ പോടാ. മീൻ പിടിക്കാൻ വെച്ച് അതിന് ചൂണ്ട വേണ്ട, ചൂണ്ടയില്ലാണ്ട് പിന്നെ മീൻ പിടിക്കും. എന്തിനും ചൂണ്ട? നിന്റെ മുണ്ടുണ്ടല്ലോ എടുക്കണ പടാന്ന് പിടിക്കണ 4-5 മുണ്ടിന്റെ ഉള്ളിൽ ആൾറെഡി ഒരു സ്രാവുണ്ട്. മനസ്സിലാ പേര്. നമുക്ക് ചൂണ്ടിൽ വാങ്ങിക്കാൻ പോവാ. ചൂണ്ടിൽ വാങ്ങിക്കാൻ പോവാ. ഓക്കെ, കമാൺ. ചൂണ്ട കിട്ടുമല്ലോ അവിടുന്ന്. നോക്കാം. ഞങ്ങളുടെ എരുമൂര് ഉപ്പ് മുതൽ കർപ്പൂരം വരെ കിട്ടുന്ന പാത്രക്കട. ഇവിടെ എല്ലാം ചൂണ്ടല് മുതൽ എന്ത് വേണമെങ്കിലും ചോദിച്ചിട്ട് ഇല്ല വേണ്ട നിങ്ങൾക്ക് പോണ്ടി വരും. അതെ, അപ്പൊ നമുക്ക് ആടന്റെ ചോദിക്കാം. നോക്കിട്ട് വരണ്ട. വലിയ ഞരമ്പാണോ അത് ചെറിയ ഞരമ്പാണോ? ഓ ഈ അളവ് മതി. ഒരു ഞരമ്പ് വാങ്ങിക്കും. 4 ഇടാലോ. ഒരു ചെറുതും വലുതും. 4 പേർക്ക് കുളത്തിന്റെ ചുറ്റും ഇത് ചൂടിയിടാലോ. വലിയ നീ മുണ്ടഴിച്ചുകൊണ്ട് സൂപ്പറായി കോരി കടകടാ വേറൊന്നും വരുമോ? മതി ഇവിടെ നിന്ന് അറബിക്കടലിലേക്ക് ചൂടിടാം. അപ്പോ ചൂടല് വാങ്ങിച്ചു. ഇനി നേരെ ഒരേ ഒരു ലക്ഷ്യം, കൊട്ടക്കര കുളം. ഞങ്ങളുടെ കൊട്ടക്കര കുളമുണ്ട്. കുളത്തിൽ പോയി മീൻ പിടിക്കാൻ പോകണേ. ഈ നേരത്തെ മീനുകള് ചിലപ്പോ വെയിൽ ചെയ്യാൻ കിടക്കണ്ടാവും വെളിയില്. ഓക്കെ, എന്ത് കണ്ടിട്ടാ മീൻ പിടിക്കാൻ പോണേ? കൊക്കി മാത്രം പോരെ, ഇര വേണോ? എരവട്ട ചപ്പാത്തി ഉണ്ടാക്കാൻ നീ വെച്ചിട്ടുണ്ട് അവിടെ. ചപ്പാത്തി വേണ്ട. നമുക്ക് തോണ്ടി നോക്കാം. നിങ്ങളെന്താ പറയാ? ഞാഞ്ഞള് ഏരിയൊക്കെ വെട്ടിന് ശരി. നീ കോർക്ക് ഞാൻ കൊടുത്തോണ്ട് പറയല്ല. സ്വന്തമായിട്ട് ആൾക്ക് കോർക്കാം പോരെ. എല്ലാരും കൂടെ കോർക്കാം. ഒന്നും കൂടെ വെട്ട്. അതായത് നമ്മള് വാർത്തയിൽ കാണില്ലേ, ഞാൻ ഇര, അത് ഇരയ്ക്കൊപ്പം നമ്മള് ഈ ഇര വെറുതെ ഇങ്ങനെ സെറ്റിലിടാൻ പറ്റില്ല. കുറച്ച് മണ്ണെടുത്തിട്ട് അതിലിടും, എന്നാലേ അത് ജീവിക്കാൻ പറ്റില്ല. എത്ര മണ്ണ് വേണ്ട, എത്ര മതി. നല്ല നമ്മള് വേട്ടക്കാരനെ പോലെ ഇരയ്ക്കൊപ്പം. ഇതേ പാലക്കാട് ഞാഞ്ഞള് എന്ന് പറയാ. ഞാഞ്ഞള് പറഞ്ഞാൽ മീന് കിട്ടില്ല. പിന്നെന്താ ഞാഞ്ഞള് പറയാ, എരാന്നേ പറയാൻ പറ്റില്ല. ഞാഞ്ഞള് പറഞ്ഞാൽ മീന് കിട്ടില്ല. ഞാഞ്ഞള് പറഞ്ഞ അവന്റെ ബാക്കി അതിന്റെ ഉള്ളിൽ കിടക്കണ്ട്. മീൻ പിടിച്ചിട്ട് വരാം കേട്ടാ. മീൻ പിടിച്ചിട്ട് വരാം. ഉറങ്ങി അണിച്ചാണ് ഇപ്പോ. അപ്പൊ മീനിനുള്ള ഇര റെഡിയായി. ഇനി നേരെ കൊട്ടക്കരയ്ക്ക്. ഓക്കെ, അപ്പൊ നേരെ കൊട്ടക്കര. പക്ഷെ മഴ ഒരു കോടയടിക്കും. കെതുകെട്ട ചൂല ഇതും കൂടി വേണം. മണ്ണ് ഓട്ടിട്ട് കെതുകെട്ട ചൂല ഒന്നും അറിയില്ല. അതേത് ചൂല്? അതേത് ചൂല്? ഓടിക്കുന്ന ചൂല് പോലത്തെ തെറിയല്ല. നേരെ കൊട്ടക്കര. ബാക്കി കൊട്ടക്കരയിൽ പോയി മീൻ പിടിച്ചെന്നും ശ്രദ്ധിക്കണം. കൊട്ടാരക്കരയല്ല, കൊട്ടക്കര. മീനും പിന്നെ ഞങ്ങളും. ഇതിന്റെ മേലെ നൂല് ചുറ്റും. ഇങ്ങനെ നൂല് ചുറ്റുമ്പോ ഈ സാധനം ശരിക്കും ഇങ്ങനെ നിൽക്കും. ഇങ്ങനെയാണ് ശരിക്കും. നീ മെയിൻ പ്രൊഫഷൻസിന്റെ ചൂണ്ട കണ്ടത് നീ എങ്ങനെയാണ്? ഈ പീല് ഇങ്ങനെയാക്കി നിൽക്കുക. ഇങ്ങനെ കുത്തിയിട്ട് നിൽക്കുക, അല്ലാണ്ട് ഇങ്ങനെയല്ല നിൽക്കുക. ഇങ്ങനെയാക്കി നിൽക്കുക. മേലൊരു പ്ലാസ്റ്റിക്കിന്റെ ഒരു സാധനമൊക്കെ ആയിട്ട്. ശ്രീരാമന്റെ അമ്പിമ്പിലും പോലെയുണ്ട്.
എരയല്ല മറ്റേ ചൂണ്ടല് ഇതാ അണ്ണ ഉണ്ടാക്കിയതാണ്. ഇങ്ങനെ ചുറ്റി പറഞ്ഞാൽ അങ്ങനെ ചുറ്റുകൊണ്ട് നിൽക്കും. ഇത് നിങ്ങളൊക്കെ ചുറ്റുമ്പോൾ ചുറ്റി നിൽക്കില്ല, എടുത്തു വിടുമ്പോൾ. അതെ ശക്തിമാൻ. അപ്പോഴേ ഇതാ കൊട്ടക്കരയില് മീൻ പിടിക്കാൻ പോണു. ഓൾ സെറ്റ് എല്ലാം റെഡിയാണ്. മീനിനുള്ള ചോടിയനെല്ലാണ് കാണ്ടോളി നിങ്ങൾ. ചോടിയൻ മത്തി അതിന്റെ അയില മത്തി അത് കടലിലാണ്. ഞാൻ കടലിലേക്ക് വീട്ടിലെ കുളത്തില് ചോടിയനല്ല എന്ത് അയിലും മത്തിയാണ്. രാജീവ് എന്താ പറയാ ആദ്യം പറഞ്ഞത് ഇവിടുത്തെ അക്കവരത്തിൽ ഇടുക എന്ന് പറഞ്ഞു. അപ്പൊ ബാക്കി കോട്ടക്കര കുളത്തില് കിടില മീൻ പിടിക്കുന്നു. ചോടിയൻ അല്ലെങ്കിൽ കുഞ്ചി മീന്. അപ്പൊ നേരെ കുളത്തേക്ക് പോവാ അല്ലേ? മീന് ഉറപ്പ് കണ്ടു നോക്കി നിങ്ങള്. നേരെ കൊട്ടക്കര കുളം. കൊട്ടക്കര നമ്മുടെ നാട്ടിൻപുറത്തല്ലാണ്ട് എവിടെ ഇത്രയും പ്രകൃതി രമണീയമായിട്ട് സ്ഥലം നോക്ക്. വരമ്പത്തൂടെ നടക്കുക. കൊറേ ഈ കണ്ടത്തു കൂടെ ഒക്കെ നടന്നിട്ട് പിന്നെ വമ്പിച്ച ആദായ വിൽപ്പന കഴായി കൂട്ടമൂച്ചിയില് മുമ്പ് ഒരു കൂട്ടമൂച്ചി ഞങ്ങൾ പിന്നെ പറയാം. കൂട്ടമുച്ചി അറിയോ നിങ്ങൾക്ക്? കൂട്ടമുച്ചിക്കാരാണ് ഞങ്ങളെ അറിയോ ഞങ്ങ? ഞങ്ങളുടെ കുളം കാണിച്ചു കേട്ടോ. കൊട്ടക്കര കുളം സൂപ്പറാണ്. കാണിച്ചു തരാം. എന്താ ഒരു ചന്തമുള്ളേ കുളം. കുളം കാണിച്ചു കൊടുക്കുന്നത് കടലാണ്. പ്രകൃതി രമണീയമായ കുളം നോക്കി. ഒരു കുഞ്ചിമീനും ഉണ്ടായാലും ഒരു മൊയ്മീനും ഉണ്ടായാലും മാത്രമേ ഉള്ളൂ. ആരെ കൂട്ടിട്ട് വന്ന് കണ്ടല്ലോ. പാടവും പൊച്ചെന്ന് അറിയാതെ ചക്കനാണ് കൂടെ കൂട്ടമുച്ചി കണ്ടില്ല. കൂട്ടമുച്ചി തള്ളുണ്ടായിരുന്നു. നീ ഒരു മീൻ പിടിക്കും, ഒരു മീൻ. ശരി അതെ നേരം കളയണ്ട. ചൂണ്ടിടോ മെരയെടുക്കുന്നു. എന്നിട്ട് അവനെ നോവിക്കാതെ അവന്റെ ആസനത്തിലൂടെ കേട്ടുന്നു. എന്താ അപ്പൊ ഒന്ന് പെടയും. ആ എന്താ കേറി കേട്ടാ. ഒന്നുമില്ല, അതൊക്കെ ഈസിയാണ്. ഇതാ ടകാന്ന് ഇതാ നോക്ക്. ഇതാ പൂ പോലെ ഇതാ കഴിഞ്ഞു. ഇതങ്ങനെ കട്ട് ചെയ്യുക, കഴിഞ്ഞു. അത്രേ ഉള്ളൂ പരിപാടി. കഴിഞ്ഞു. 3 ചൂണ്ടലേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കോർക്കാണ്ടിരിക്കുന്നത്. അല്ല അവനറിയാണ്ടല്ല ഇടത്തെ കാരണന്മാരെയൊക്കെ മനസ്സിൽ വിചാരിച്ച് അത് മുങ്ങിപ്പോണത്. പച്ച തണ്ട് കൊടുത്തിട്ട് മുങ്ങിപ്പോണ്ടിരിക്കുക സാധനം. എന്റെ അഹങ്കാരത്തിനുള്ള കാണിച്ചാടാ. രാജീവിന്റെ ഒരു സ്രാവ് കുടുങ്ങിയിട്ടുണ്ട് തോന്നുന്നു. അണ്ണം പിടിച്ചു ഒരു മീന്. നമ്മൾ ഉദ്ഘാടനം കഴിച്ചിരിക്കുകയാണ്. ചെറുത് പിടിച്ചോ ഇല്ലയോ? അതാണ് എന്റെ ചോദ്യം. ആ ചാക്കടിക്ക് മീനാക്കന്റെ കവർ എടുത്തിട്ട് ചാക്ക് ഞാൻ എടുക്കാൻ വേണ്ടി പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്ത്? കൂട്ടം കൂടെ തീറ്റ വേണ്ടേ മീനിന്? വിശപ്പില്ലേ? നാണം വന്നിട്ട് വേറൊരു കാര്യം പോയി കയറി. അടുത്തത് ഇയാൾക്ക് മാത്രം എന്താന്ന് ഞാനാ ലീഡ്. അതാ ഞങ്ങൾക്കൊരു എതിരാളി അങ്ങ് ദൂരെ അക്കരയിൽ വല വിരിക്കുന്നു. വലിയ ഉണങ്ങായിട്ടാണ് തീറ്റ. മീനിന് ഭയങ്കര ആക്രാന്തം തോന്നുന്നു. ഇരയൊക്കെ തിന്നു കഴിക്കണം. മരം കയറി പോയി. അതൊരൊറ്റ വലിയില് പൊങ്ങിപ്പോയി. അയ്യോ അമ്മേ. ഒരു മിനിറ്റ് വനാന്തരങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഫോട്ടോയാണ്. അങ്ങനെ പാരസെറ്റമോൾ മുഴുങ്ങുമ്പോൾ മീനെ പിടിച്ചിട്ടുള്ളൂ. എന്തിന് ഒരു മീന് രണ്ടാക്കി നിങ്ങൾ.
അല്ലേ ഒരു 4-5 ഒക്കെ പിടിച്ചു. 3 ഇവിടെ ഉണ്ട്, ബാക്കി 2 എന്താ അവിടെ മീൻ കഴുകിക്കൊണ്ടിരിക്കും. എന്താ അറിയോ ഇത് ഞാനാണ് ലീഡ് ചെയ്തിരിക്കുന്നത്, അത് ഞാനില്ല, അത് സമ്മതിച്ചിട്ട്. അല്ല ഞങ്ങളെ നിർത്തുകയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പിടിച്ച മീനിനെയൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര വിഷമം. അതിന്റെ ക്വാളിറ്റിയും അതിന്റെ കരച്ചിലും കണ്ടപ്പോ സഹിക്കാൻ പറ്റില്ല. അതെ, എന്റെ കുട്ടികളൊക്കെ വന്നിട്ട് പോട്ടെ, ഞങ്ങളെ പോവണപ്പോ. അതിന് ഫസ്റ്റ് അപ്പൊ കേട്ടോ, 3 നേരമായി. ഇന്നത്തെ മീൻ മൃതം കഴിഞ്ഞിട്ടോളി. ഇന്നത്തെ ഞായറാഴ്ച അങ്ങനെയും പോയി. അതെ കേട്ടോ, നിങ്ങളെ മിണ്ടാണ്ട് ഈ മൊബൈലിലും കുത്തിയിരിക്കാണ്ട് ഇങ്ങനെയൊക്കെ വരുന്നത് സൂപ്പറാണ്. നല്ല രസമാണ് ഈ മീനൊക്കെ പിടിച്ച് 4 വർത്താനമൊക്കെ പറഞ്ഞ് നല്ല രസമല്ലേ ഇത്? അടിപൊളിയല്ലേ ഈ നമ്മള് ഗ്രാമ ഭംഗിയൊക്കെ ആസ്വദിക്കുന്നത്. നിങ്ങൾ വരീൻ. പക്ഷെ അതൊരു രസമാണ്. അപ്പൊ വേറൊന്നുമില്ലല്ലോ. അപ്പൊ ശരി അല്ലേ? ഓക്കെ, അടുത്ത പരിപാടി കാണാം. ആ, മീൻ പുറത്തിട്ട് കാണാം.